നഗരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആ മസാജ് പാർലറിന് തൊട്ടടുത്തായി അയാൾ വണ്ടി നിർത്തി. അയാളുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു. അതിനു മുന്നിലുള്ള ബോർഡിലേക്ക് അയാൾ ഒന്നുകൂടി നോക്കി. അതൊക്കെ വായിച്ചു. ക്രോസ് തെറാപ്പി അവൈലബിൾ, തായ് തെറാപ്പി, സ്വീഡിഷ് തെറാപ്പി, അരോമ തെറാപ്പി, ഡീപ് ഇഷ്യൂ. താഴെ അവരുടെ കോൺടാക്ട് നമ്പറും. കുറച്ച് ദിവസം മുന്നേ അതുവഴി പോയപ്പോഴാണ് ഈ ബോർഡ് കണ്ണിൽപ്പെട്ടത്. തമാശയായി ഒന്ന് ഭാര്യയോട് സൂചിപ്പിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഈ പ്രായത്തിലാണ് നിങ്ങളുടെ ഒരു തെറാപ്പി, ഒന്ന് പോയേ മനുഷ്യ. അതായിരുന്നു അവളുടെ മറുപടി. അന്ന് ആഗ്രഹം വെച്ചതാണ്. സംഭവം എന്താണെന്നൊന്ന് അറിയണമല്ലോ. അവൾ എന്തായാലും ഇതൊന്നും ചെയ്തതല്ലെന്ന് ഉറപ്പായല്ലോ. അയാൾ പതുക്കെ കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. നാലുപാടും ഒന്ന് വീക്ഷിച്ചു. മനസ്സയാളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും ശരീരം അയാളെ മുന്നോട്ട് നയിച്ചു. ആരും കാണുന്നില്ലെന്ന വിശ്വാസത്തോടെ മസാജ് പാർലറിന് നേരെ നടന്നു. ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അയാളുടെ കാലുകൾ ഒന്ന് വിറച്ചു. റിസപ്ഷനിൽ ഇരിക്കുന്ന കണ്ണട വെച്ച സ്ത്രീ അയാളെ തലയുയർത്തിയൊന്ന് നോക്കി. പിന്നെ അവിടെ കണ്ട കസേരയിലിരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന് നേരെ തല തിരിച്ചു. അയാൾ പരിഭ്രമത്തോടെ കസേരയിലേക്ക് ഇരുന്നു. AC-യുടെ തണുപ്പിലും അയാൾ വിയർക്കുന്നുണ്ടായിരുന്നു. കാറ്റിൽ ഇളകുന്ന കർട്ടനുകൾ വരെ അയാളിൽ ഭയമുണ്ടാക്കി. പരിചയക്കാർ ആരെങ്കിലും കടന്നു വരുമോ എന്നായിരുന്നു അയാളുടെ പേടി. അയാളുടെ പരിഭ്രമം കണ്ടിട്ടോ എന്തോ ആ സ്ത്രീ അയാളെ അടുത്തേക്ക് വിളിച്ചു. പിന്നെ ഒരു രജിസ്റ്റർ ബുക്ക് മുന്നിലേക്ക് നീക്കിവെച്ച് പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും എഴുതാൻ ആവശ്യപ്പെട്ടു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ആ രജിസ്റ്ററിൽ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും എഴുതി. മസാജിന് മാത്രം 2000 രൂപ വരും. പിന്നെ എക്സ്ട്രാ സർവീസസ് വേണമെങ്കിൽ 500 വെച്ച് വേണ്ടിവരും. അത് നിങ്ങളുടെ തെറാപ്പിസ്റ്റിന് കൊടുത്താൽ മതി. 2000 ഇവിടെ കൗണ്ടറിൽ അടയ്ക്കണം. ആ സ്ത്രീ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ സമ്മതഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് പേഴ്സ് തുറന്ന് 4 500-ന്റെ നോട്ടുകൾ അവരുടെ മുന്നിൽ വെച്ചു. അവരത് വാങ്ങി മേശയുടെ ഡ്രോയിലേക്കിട്ട് അയാളെയും കൂട്ടി അകത്തേക്ക് നടന്നു. വിശാലമായൊരു ഹാളായിരുന്നു അത്. അവിടെ കണ്ട സോഫയിൽ അയാളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോയി. അയാൾ അവിടെ മാകെ ഒന്ന് കണ്ണോടിച്ചു. അത്യാവശ്യം വലിപ്പമുള്ള ആ ഹാളിൽ 2 സോഫയുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ടീപ്പോയി. ചുമരിൽ മദർ തെരേസയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നു. കൂടെ 3 യുവതികളും. ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതും പറഞ്ഞവർ പുറത്തേക്ക് പോയി. അയാൾ ആകെ പാത്രി. വായിലെ വെള്ളം വറ്റി, തൊണ്ട വരണ്ടു. എങ്കിലും അയാൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് 3 പേരെയും മാറി മാറി നോക്കി. ബർമുഡയും സ്ലീവ്ലെസ് ടീഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടി. ഏകദേശം 20 വയസ്സ് തോന്നിക്കും കണ്ടാൽ, തൻ്റെ കുഞ്ഞനുജത്തി സംഗീതയെ പോലെ. പിന്നെ ചുരിദാർ ധരിച്ച ഒരു 27 വയസ്സ് തോന്നിക്കുന്ന യുവതി. പിന്നെ 40-നോടടുത്ത് പ്രായമുള്ള ഒരു യുവതി. 3 പേരും അയാളെ നോക്കി പുഞ്ചിരിയോടെ നിന്നു. അയാൾ തെല്ലുമടിയോടെ ആ ചുരിദാറുകാരിക്ക് നേരെ വിരൽ ചൂണ്ടി. അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മറ്റു 2 പേരും വേഗം അവിടെ നിന്നും പോയി. ചുരിദാറുകാരി അയാളെ ഒരു ഇടനാഴിയിലൂടെ അറ്റത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയിൽ ഒരാൾക്ക് മാത്രം കിടക്കാൻ വീതിയുള്ള കുഷ്യനിട്ട ഒരു കട്ടിലും പിന്നെ ഒരു ചെറിയ അലമാരയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾ അലമാര തുറന്ന് നേരിയൊരു ഡ്രസ്സ് എടുത്ത് പുഞ്ചിരിയോടെ അയാളുടെ കയ്യിൽ കൊടുത്തു. ഇയാളിട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റി ഈ ഡ്രസ്സ് ഇട്ടോളൂ, അതും പറഞ്ഞ് വാതിൽ ചാരി അവൾ പുറത്തേക്ക് പോയി. അയാളത് കയ്യിൽ വാങ്ങി മിഴിച്ചു നിന്നു. പിന്നെ 4 പാട് നോക്കി. വല്ല CCTV-യോ ക്യാമറയോ ഉണ്ടോ എന്ന്. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് വരെ അയാൾ ഓർത്തു. വേണ്ടിയിരുന്നില്ല. ഏത് നേരത്താണാവോ പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ആ യുവതി കയ്യിലൊരു സ്പ്രേ ബോട്ടിലുമായി അങ്ങോട്ട് വന്നു. ആഹാ, ഡ്രസ്സൊന്നും മാറിയില്ലേ? അവൾ ചിരിച്ചു. അയാളും തിരിച്ച് ചിരിച്ചെന്ന് വരുത്തി. പക്ഷെ അതൊരു ചിരിയല്ലായിരുന്നു, ഒരു തരം ചിരികോട്ട്. ഇയാൾക്കെന്താ, പേടിയുണ്ടോ? അവൾ ചോദിച്ചു. അയാൾ ഉണ്ടെന്നോ ഇല്ലെന്നോ മനസ്സിലാകാത്ത രീതിയിൽ തലയാട്ടി. ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. പോലീസ് റെയ്ഡോ മറ്റ് ഇഷ്യൂസോ ഒന്നും ഉണ്ടാവില്ല. അവൾ അയാൾക്ക് ധൈര്യം കൊടുത്തു. എങ്കിലും അയാളുടെ ഉള്ളിൽ ആ ഭയം അങ്ങനെ തന്നെ നിന്നു. ഇയാളെ ഡ്രസ്സ് മാറിക്കോളൂ പറഞ്ഞിട്ട് അവൾ വീണ്ടും പുറത്തേക്ക് പോയി. അയാൾ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി. 2 എണ്ണം അഴിച്ചപ്പോൾ രമ്യയുടെ ശബ്ദം അയാളുടെ ചെവിയിൽ മുഴങ്ങി. പിന്നെ ഈ പ്രായത്തിലാണ് നിങ്ങളുടെ ഒരു തെറാപ്പി? ഒന്ന് പോയേ മനുഷ്യ. 3-ാമത്തെ ബട്ടൺസ് അഴിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് കഴിഞ്ഞില്ല. പിന്നെ അയാൾ ഷർട്ടിൽ അമർത്തി പിടിച്ച് അങ്ങനെ നിന്നു. അച്ഛാ, കമന്ന് കിടക്ക്, ഞാൻ പുറത്ത് മസാജ് ഇട്ട് തരാം. 5 വയസ്സുകാരൻ ആദിത്യൻ്റെ ശബ്ദം. പ്രായമായ തൻ്റെ അച്ഛനും അമ്മയും. അയാൾ തളർന്നു. ഞാൻ എന്തൊരു മനുഷ്യനാണ്. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഏട്ടാ, ബട്ടൺസ് ഞാനിട്ട് തരാം. വീണ്ടും രമ്യയുടെ ശബ്ദം. അയാൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു. അതവളായിരുന്നു. സാർ, ഡ്രസ്സ് ഇപ്പോഴും മാറിയില്ലേ? എനിക്ക് പോണം, അയാൾ പെട്ടെന്ന് പറഞ്ഞു. അവളൊന്ന് അമ്പരന്നു. എന്തു പറ്റി സാർ? അവൾ അയാളുടെ തോളിൽ കൈവച്ചു. ഒരിരയെ നഷ്ടപ്പെടുന്നത് അവൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ. ഒന്നുമില്ല. അയാൾ പോവാൻ തിരിഞ്ഞു. സർ,
ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അതൊന്നുമില്ല. ഇത് ശരിയാവില്ല. അയാൾ വാതിലിനടുത്തെത്തിയപ്പോൾ അവൾ തടഞ്ഞുകൊണ്ട് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതൊരു വശീകരണ ശക്തിയുള്ള നോട്ടമായിരുന്നു. അയാൾ ആ നോട്ടം കാണാത്ത ഭാവത്തിൽ അവളെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തിറങ്ങി. സർ, ഇവിടെ പേ ചെയ്ത ക്യാഷ് തിരിച്ചു കിട്ടില്ല, അവൾ പിറകിൽ നിന്നും തെല്ലുകടുപ്പത്തിൽ പറഞ്ഞു. അതിലും വലുതാണ് എനിക്ക് എൻ്റെ കുടുംബം. അയാൾ ആ മസാജ് പാർലറിൻ്റെ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് പുറത്തിറങ്ങി തൻ്റെ വണ്ടിയുടെ നേരെ നടന്നു. കാറിലിരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും അയാളുടെ മനസ്സ് സംഘർഷ കലുഷിതമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ സംഭവം ഇപ്പോൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ എത്തി നിൽക്കുന്നു. ആകർഷകമായ ബോർഡ് വെച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ഗൂഢതന്ത്രം. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഈ സാമൂഹിക വിപത്ത് തുടച്ചു നീക്കാൻ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. 2000-ൽ നിന്ന് 300-500 ലഭിക്കുന്ന പെൺകുട്ടികൾ അവരുടെ വീട്ടിലെ ദാരിദ്ര്യം മൂലം എത്തിപ്പെട്ടതാകാം ഇവിടെ. പക്ഷെ ഇവരെ വെച്ച് കാശുണ്ടാക്കുന്നവർ ചില്ലറക്കാരായിരിക്കില്ല. പണം വാരാൻ കഴിയുന്ന ഏറ്റവും പുതിയ മാർഗമായതുകൊണ്ടായിരിക്കും ചെറിയ ചെറിയ അങ്ങാടികളിൽ പോലും ഇത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത്. തനിക്ക് പോവാൻ തോന്നിയ ആ നിമിഷത്തെ ഓർത്ത് അയാൾ 1000 വട്ടം അയാളെ തന്നെ ശപിച്ചുകൊണ്ടിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.